അഴിമതിയുടെ കരപുരണ്ടവരെ വെച്ചുപുറപ്പിക്കില്ലെന്ന കർശന നിലപാടിലാണ് UDF സർക്കാർ. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ കോടികളുടെ അഴിമതി കേസിൽ വിചാരണ നേരിടുന്ന വിവാദ ഉദ്യോഗസ്ഥൻ കെ രതീഷിനെ ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വലിച്ചു താഴെയിറക്കിക്കൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ ഭരണതലത്തിൽ നിർണായകമായ ഒരു ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിലെ വിമർശനങ്ങളെ മുഖവരക്കെടുത്താണ് ഐക്കോണിക് അഴിമതിക്കാരൻ എന്ന് വിശേഷിക്കപ്പെടുന്ന രതീഷിനോട് മുഖ്യമന്ത്രി നേരിട്ട് രാജി ചോദിച്ചു വാങ്ങിയത്. കശുവണ്ടി അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടുന്ന കെ രതീഷ് 65 വയസ്സ് പിന്നിട്ടിട്ടും ഖാദി ബോർഡ് സെക്രട്ടറി, റൂട്രോണിക്സ് MD, ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് CEO എന്നീ 3 സുപ്രധാന പദവികളാണ് ഒരേ സമയം കൈയാളിക്കൊണ്ടിരുന്നത്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് ഇയാൾക്ക് ലഭിച്ചിരുന്ന സംരക്ഷണത്തിന്റെ തെളിവുകളാണ് ഈ പദവികളൊക്കെ. എന്നാൽ തന്റെ പദവികൾ ഏത് വിധേനയും നിലനിർത്താൻ പുതിയ മന്ത്രിമാരെ കയ്യിലെടുക്കാൻ രതീഷ് പല തന്ത്രങ്ങളും മെനഞ്ഞിരുന്നു. സാധാരണ സംസ്ഥാന തലത്തിൽ മാത്രം നടത്താറുള്ള ഖാദി മേള ഇത്തവണ എല്ലാ ജില്ലകളിലും പ്രത്യേകം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിരുന്നു. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രിയെ കൊണ്ട് നടത്തിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും VD സതീശൻ അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറുകയായിരുന്നു. രതീഷിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സഭയിലും കോടതിയിലും സർക്കാരിന്റെ പ്രതിച്ഛായ തകരുമെന്ന തിരിച്ചറിവാണ് മുഖ്യമന്ത്രിയെ ഈ പെട്ടെന്നുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത്. സാധാരണക്കാരായ ഒരു കേബിൾ TV ഫ്രാഞ്ചൈസി നടത്തിപ്പുകാരിൽ നിന്ന് വളർന്ന രതീഷിന്റെ സർവീസ് ചരിത്രം മുഴുവൻ ക്രമക്കേടുകളാൽ നിറഞ്ഞതാണ്. 2002 ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ MD ആയിരിക്കെ ക്രമക്കേട് ആരോപണത്തിൽ പുറത്തായതോടെയാണ് ഇയാളുടെ വിവാദങ്ങളുടെ തുടക്കം. തുടർന്ന് കാപെക്സ്, കാഷ്യൂ കോർപ്പറേഷൻ എന്നിവയുടെ ചുമതലകൾ ഇയാൾ തന്ത്രപൂർവ്വം കൈക്കലാക്കി. കശുവണ്ടി കോർപ്പറേഷൻ MD ആയിരുന്ന 2005-2015 കാലയളവിലാണ് കേസിനാസ്പദമായ കോടികളുടെ കശുവണ്ടി ഇറക്കുമതി അഴിമതികൾ നടന്നത്. പിന്നീട് കിഡിൽ, ഇൻകെൽ, KEID തുടങ്ങി നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ ഇയാൾ മാറി മാറി നിയമനം നേടി. എറണാകുളം മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിലെ ഗുരുതരമായ വീഴ്ചകളുടെ പേരിലും ഇയാൾക്കെതിരെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ നിലവിൽ ഖാദി ബോർഡിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തുണി വാങ്ങിയതിലും കടകളുടെ നവീകരണത്തിലും കോടികളുടെ ക്രമക്കേട് നടത്തിയെന്ന ഗുരുതര ആരോപണങ്ങളും ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലത്ത് അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത്. എത്ര വലിയ ആരോപണം ഉണ്ടായാലും ഇയാൾക്ക് ഒരു പദവിയും നഷ്ടമായില്ലെന്ന് മാത്രമല്ല, പുതിയ സുപ്രധാന ചുമതലകൾ നൽകി ആദരിക്കുകയും ചെയ്തു. എന്നാൽ അഴിമതി ആരോപണങ്ങളുടെ പരമ്പരയ്ക്ക് ശേഷം ആദ്യമായാണ് കെ രതീഷിനെതിരെ ഒരു സർക്കാർ നേരിട്ട് കടുത്ത നടപടി സ്വീകരിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അഴിമതിയുടെ കറപുരണ്ടവരെ സംരക്ഷിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക, അത് നടപ്പിലാക്കുകയും ചെയ്തതിലൂടെ VD സതീശൻ തന്റെ ഭരണമികവും ചങ്കൂറ്റവുമാണ് തെളിയിച്ചിരിക്കുന്നത്.